ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ വേഗണാർ VXi 1 ലിറ്റർ 2019 മോഡൽ വാഹനമായിട്ടാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഈ വാഹനത്തിനുള്ളത്. പെട്രോൾ 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല. കമ്പനി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ തന്നെ അടിപൊളി നീറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഇതിനുള്ളത്. ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം. ഇന്റീരിയർ ഭാഗം നോക്കുമ്പോൾ തന്നെ ആ വൈറ്റ് ബ്ലാക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വൃത്തിയായിട്ടുള്ള ഡാഷ്ബോർഡ് കാണാൻ കഴിയും. ആ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കമ്പനി തരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ AC ഒക്കെ പക്ക കൂളിംഗിൽ തന്നെയാണ് ഉള്ളത്. ഫ്ലോർ ആയാലും മാറ്റൊക്കെ വിരിച്ച് ഭംഗിയൊക്കെ ഇട്ടുണ്ട്. നല്ല ഒരു ലെതറിന്റെ പ്രീമിയം സീറ്റ് കവർ, അതും ഇന്റീരിയറിന് മാച്ച് ആയിട്ടുള്ള വാം വൈറ്റ് കളറിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഡ്രൈവർ സീറ്റിന്റെ ആ ഭാഗത്തായാലും അതുപോലെ തന്നെ പാസഞ്ചർ സീറ്റ് ഭാഗത്തായാലും അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. വേറെ വണ്ടിയിലൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു സ്പേസ് ഇതിലുണ്ട്. പാസഞ്ചർ സൈഡ് നോക്കാം. അവിടെയും സീറ്റ് കവറൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള ആ കേടുപാടുകളൊന്നും അതിൽ കാണാൻ കഴിയുന്നില്ല. ഫ്ലോറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടും ഇന്റീരിയർ ഭാഗം ഗുഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയുണ്ട്. ഇതിന്റെ ഇഞ്ചൻ റൂം നോക്കാം. ഒരു പുതിയ വാഹനത്തിന്റെ എഞ്ചിൻ റൂം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്രൈസറിലൊക്കെ ആ കമ്പനി തരുന്ന പേസ്റ്റിംഗും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയുണ്ട്. ഒരു കറക്റ്റ് കമ്പനി സർവീസിലുള്ള വാഹനത്തിന്റെ എഞ്ചിൻ റൂമാണ് ഇത്രയും വൃത്തിയായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ ഈ വാഹനം കറക്റ്റ് കമ്പനി സർവീസിൽ തന്നെ ആയിരുന്നു. പിന്നെ അടിപൊളി പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി ഒക്കെ ഉണ്ട്. അപ്പോ എവിടെയും ഒരു തുരുമ്പൊന്നും കാണുന്നില്ല. അപ്രൈസറിലും എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ പമ്പറിൽ ആ കമ്പനി ഇറക്കിയപ്പോൾ ഉള്ള ആ സീൽ തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാം ആക്സിഡന്റോ അങ്ങനെ ഒന്നും തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന്. പിന്നെ ഇതിന്റെ ഡിക്കിന്റെ ഭാഗത്ത് പോയാലും അത്യാവശ്യം ലഗേജസ് കാര്യങ്ങളൊക്കെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതാണ്. റൂഫൊക്കെ ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഉള്ളത്, പുതിയ വണ്ടിയുടെ അതുപോലെ തന്നെ. പിന്നെ സ്റ്റെപ്പിന് ഇരിക്കുന്ന ഭാഗങ്ങളായാലും നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. 5 വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വാഹനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ടയർ ഉപയോഗിക്കാത്ത ഒരു പുത്തൻ ടയർ തന്നെ സ്റ്റെപ്പിനായിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറുകൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 90% ടയർ വരുന്നുണ്ട്. പിന്നെ ബോഡിയില് ഫ്രണ്ടേജ് ഭാഗം നോക്കുമ്പോൾ ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള 2 ഹെഡ്ലൈറ്റ് ആണ്. ബോഡിയിലാണെങ്കിലും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ നല്ല വീൽ ചക്രങ്ങളാൽ ടയറുകളൊക്കെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്ക് ടയർ ആയാലും 90% ടയർ വരുന്നുണ്ട്. ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 4,85,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ 2.0 ചാനൽ കാണുന്ന ആളാണെങ്കിലോ അതുപോലെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പറയുകയാണെങ്കിലോ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാം. ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അതുപോലെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പുതുമയുള്ള വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.